ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 16. ജെറമിയ ഏകാഗി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കളുണ്ടാവുകയോ അരുത്. ഈ സ്ഥലത്ത് വെച്ച് ജനിക്കുന്ന പുത്രീപുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവ് അരുളി ചെയ്യുന്നു. മാരകരോഗത്താൽ അവർ മരിക്കും. അവരെ ഓർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരും ഉണ്ടായിരിക്കുകയില്ല. നിലത്ത് വിതറിയ വളമെന്ന പോലെ അവർ കിടക്കും. അവർ വാളിനും പട്ടിണിക്കും ഇരയാകും. അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നീ വിലാപഗൃഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ എൻ്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല. വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്ത് മരിച്ചു വീഴും. ആരും അവരെ സംസ്കരിക്കുകയില്ല. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. ആരും തന്നെ തന്നെ മുറിവേൽപ്പിച്ചും തലമുണ്ടനം ചെയ്തും ദുഃഖം ആചരിക്കുകയില്ല. മരിച്ചവരെക്കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ചു കൊടുക്കുകയില്ല. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവന് ആരും ആശ്വാസത്തിൻ്റെ പാനപാത്രം നൽകുകയുമില്ല. വിരുന്നു നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത്. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഈ ദേശത്തു നിന്ന് ഉല്ലാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ജനത്തോട് നീ ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്തു പാപമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു. അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ പരിത്യജിച്ചു, എൻ്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാണ്. നിങ്ങൾ താന്താങ്ങളുടെ കഠിന ഹൃദയത്തിൻ്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചെല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും. അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും. ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്നു പറഞ്ഞ് ആരും ശപഥം ചെയ്യാത്ത ദിനങ്ങൾ ഇതാ വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തുരത്തിയോടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നു പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. അവർ അവരെ പിടികൂടും. കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്. അവ എനിക്ക് അജ്ഞാതമല്ല. അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല. അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ദേശം ദുഷിപ്പിച്ചു. തങ്ങളുടെ മ്ലേച്ഛ വസ്തുക്കൾ കൊണ്ട് എൻ്റെ അവകാശഭൂമി നിറച്ചു. അതിനാൽ അവരുടെ അകൃത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും. എൻ്റെ ബലവും കോട്ടയുമായ കർത്താവേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്നു പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല. ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം. തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? അവ ദേവന്മാരല്ല. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും. എൻ്റെ ശക്തിയും ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും. അപ്പോൾ കർത്താവെന്നാണ് എൻ്റെ നാമമെന്ന് അവർ അറിയും. അധ്യായം 17. യൂദായുടെ പാപം. യൂദായുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു. വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു. അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. ഓരോ പച്ചമരച്ചുവട്ടിലും കുന്നിൻ മുകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അശേര പ്രതിഷ്ഠകളും നിൽക്കുന്നു. നാടുനീളെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും. ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും. നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും. എന്തെന്നാൽ എൻ്റെ കോപം ജ്വലിക്കാൻ നീ ഇടയാക്കി. അതെന്നും കത്തിക്കാളും. ജ്ഞാനസൂക്തങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു,
മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായ സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിതമധ്യത്തിൽ അതവനെ പിരിയും. അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിൻ്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം. ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവെ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങയിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ വചനം എവിടെ? അതിപ്പോൾ നിവർത്തിയാകട്ടെ എന്നവർ പറയുന്നു. തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ച് അപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടുത്തേക്ക് അറിയാമല്ലോ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല. അങ്ങ് എനിക്ക് ഭയകാരണമാകരുതേ. തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം. എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ, ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. അവർ സംഭ്രമിക്കട്ടെ, ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ. അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ. അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ. സാബത്ത് ആചരണം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, യൂദാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറുസലേമിൻ്റെ സകല കവാടങ്ങളിലും ചെന്നു പറയുക, യൂദാ രാജാക്കന്മാരെ, യൂദായിലെ ജനങ്ങളെ, ജെറുസലേം നിവാസികളെ, ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ വാക്കു കേൾക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. സാബത്തു ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്. ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ. എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാബത്ത് ദിവസത്തിൽ ഈ നഗരത്തിൻ്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കും. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂദായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും. അങ്ങനെ നഗരം എന്നും ജനനിബിഡമായിരിക്കും. യൂദായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ, മലമ്പ്രദേശങ്ങൾ, നെഗബ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും. അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ദഹനബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാബലികളും കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറുസലേമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കവാടങ്ങളിൽ തീ കൊളുത്തും. അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും. ആരും അത് കെടുത്തുകയില്ല. ദൈവമായ കർത്താവിന് സ്തുതി.